വരകാടി അമ്മയുടെ തിങ്കൾ മുഖി എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനം നടന്നു. തിരുവിഴ ക്ഷേത്രസന്നിധിയിൽ നടന്ന CD പ്രകാശന കർമ്മം ചേർത്തല NSS യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ നിർവഹിച്ചു. വരകാടി അമ്മയുടെ തിങ്കൾ മുഖി എന്ന സംഗീത ആൽബം പ്രകാശനം ചെയ്തു. തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന പ്രകാശന കർമ്മം ചേർത്തല NSS യൂണിയൻ പ്രസിഡന്റും തിരുവിഴ ദേവസ്വം പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഇത് റിലീസ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു പ്രാധാന്യം വളരെ വലുതാണ്. ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്ത അതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായി തന്നെ അനുമോദിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരകാടി അമ്മ ഇങ്ങോട്ട് വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി ഭഗവതിയുടെ അനുഗ്രഹത്തോടുകൂടി ഇന്ന് ഇവിടെ ഈ ഗാനം ഇവിടെ റിലീസ് ചെയ്യുകയാണ്. ഇത് വരകാടി അമ്മയുടെ പേരിൽ ഏറ്റവും പ്രധാനമായി ആദ്യമായി ഇറക്കുന്ന ഒരു ഗാനമാണ്. ഭഗവതിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഒക്കെ അതിൽ ഭംഗിയായ രീതിയിൽ വിവരിക്കുന്നുണ്ട്. ഇതിന് തയ്യാറായ ഗിരീഷ് ഇതിനെയും അതിന് നേതൃത്വം നൽകിയ വരകാടി ദേവസ്വം ഭാരവാഹികളെയും അനുമോദിക്കുന്നു. അതോടൊപ്പം ഗായത്രി, ഗൗരി, 2 കൊച്ചു കലാകാരിമാർ അവരെ സംഗീതം പഠിച്ചു വരുന്നതേ ഉള്ളൂ. എങ്കിൽ തന്നെയും ഭഗവതിയുടെ പാട്ട് പാടാനുള്ളൊരു അവസരം ഉണ്ടാകുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഗായത്രിയും ഗൗരിയും കേരളമല്ല ഇന്ത്യ അറിയപ്പെടുന്ന ഗായകരായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ഈ ആൽബം റിലീസ് ചെയ്യും. ആൽബത്തിന്റെ രചനയും സംവിധാനവും വീഡിയോഗ്രാഫിയും നിർവഹിച്ചിരിക്കുന്നത് അനിൽ തിരുവിഴയാണ്. ഗിരീഷ് വിനായക വരകാടിയാണ് നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ബിജു ബേലി സംഗീതം ചെയ്ത ഗാനം ആലപിച്ചത് ഗായത്രി, ഗൗരി എന്നിവർ ചേർന്നാണ്. ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിലാണ് വരകാടി അമ്മയുടെ തിങ്കൾ മുഖി എന്ന സംഗീത ആൽബം പ്രകാശനം ചെയ്തത്. ഇന്നത്തെ പ്രത്യേകത, ഇന്ന് വരകാടി ദേവി മഹാദേവനെ കാണാനായിട്ട് ഇവിടെ എത്തുകയാണ്. വരകാടിയിലെ അമ്മയുടെ ഭക്തരും മഹാദേവന്റെ ഭക്തരും ഒരു ഹൃദയമാകുന്ന ഒരു ദിവസമാണ്. ഈ ഒരു പാട്ട് എത്രയോ വർഷങ്ങൾ മുമ്പ് ഞാൻ വരകാടി അമ്മയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു എളിയ വ്യക്തിയാണ്. അമ്മയാണ് എന്നെ ഇതിനെല്ലാം പ്രാപ്തനാക്കിയത്. അമ്മ തന്നെയാണ്. ഒത്തിരി കൂലിപ്പണികളും മറ്റു കാര്യങ്ങളുമായിട്ട് നടന്ന അതേ ലാഭത്തോടെ അമ്മയെ സേവിച്ച എനിക്ക് അമ്മ തന്ന അനുഗ്രഹമാണ് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം. അതിനപ്പുറം ഒരു ആവതൊന്നും എനിക്കില്ല. അപ്പോൾ അമ്മയുടെ ഈ ഒരു പാട്ട് ഒത്തിരി ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലെയും പാട്ടുകൾ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ എത്തുമ്പോൾ അമ്മയുടെ ഒരു പാട്ട് ഇറക്കണം എന്ന് ഞാൻ തിരുവിഴ വേണിച്ചേട്ടനോടും കണ്ടപ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ഗിരീഷ എന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കല് അനിയുടെ പാട്ടുകൾ ഫേസ്ബുക്കിലൂടെയും ഫോട്ടോഗ്രാഫറാണെന്നും തിരുവേനി പറഞ്ഞ പോലെ അറിയാം. പക്ഷെ ഒരു ഗാനരചയിതാവാണ് അല്ലെങ്കിൽ ഇതൊക്കെ സംവിധാനം ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് 1% പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് പാട്ട് ഫേസ്ബുക്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അനിയെ വിളിച്ച് ചോദിച്ചാൽ അനി BA മലയാളം വല്ലതും ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നുവെച്ചാൽ അത്രത്തോളം മലയാളത്തില് അത്രത്തോളം നല്ല വാക്കുകളെ അത്ര അടുക്കും ചിട്ടയോടും കൂടി സാധാരണ നാടൻ ഭാഷയിലല്ലാതെ നമ്മൾ ഓർത്തെടുക്കുന്ന മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ കോർത്തിണക്കിക്കൊണ്ട് പല പാട്ടുകളും
ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഒരു സുഖം കിട്ടാറുണ്ട്. നല്ല നല്ല സുഖമാണ് അനിയായിട്ടിരുന്ന് കാറിലേക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ. ആ ഒരു സുഖത്തിൽ അമ്മയുടെ ഒരു പാട്ടും ഇറക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞാൻ അനിയോട് സൂചിപ്പിച്ചിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ അത് സെറ്റായി. രണ്ടുപേരും, മഹാദേവനും ദേവിയും കൂടെയുള്ള ഒരു പാട്ടാണ് അതിന് ആദ്യം എഴുതിയത്.